ചേട്ടാ, ഈ ഒരു ദിലീപിന്റെ കേസിൽ ഫസ്റ്റ് തൊട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തത്? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് ഈ ഒരു കേസിൽ ചേട്ടൻ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ഓർത്തെടുക്കാമോ? എങ്ങനെയായിരുന്നു കേസിന്റെ തുടക്കം മാധ്യമങ്ങൾ പോർട്രേറ്റ് ചെയ്തത്? തീർച്ചയായിട്ടും 2017 ഫെബ്രുവരി 17 രാത്രി ഒരു 11 മണി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്താണ് കൊച്ചിയിലെ ഒരു മീഡിയ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെ നടിയുടെ പേര് ഉൾപ്പെടെ വന്ന് ഡ്രൈവർ ആക്രമിക്കപ്പെട്ടു എന്ന നിലയിലുള്ള ഒരു ചെറിയ ഒരു വാർത്ത വരുന്നത്. അതിനെ തുടർന്ന് പിറ്റേ ദിവസത്തെ ചില പത്രങ്ങളിലെ സിറ്റി എഡിഷനിൽ അത് ഒരു കോളം വാർത്തയായിട്ട് വരികയും ചെയ്തു. നടിയുടെ പേര് ഉൾപ്പെടെയുള്ള വാർത്ത രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് ഈ കേസിൽ ട്വിസ്റ്റ് ഉണ്ടാകുകയും ഇത് പീഡനമാണെന്നും ഈ പറയുന്നത് രീതിയിലുള്ള സംഭവങ്ങളാണെന്നും എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ 17 കഴിഞ്ഞ് 18 വൈകിട്ടാണെന്ന് തോന്നുന്നു 19 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയ രീതിയിലേക്ക് നടിമാരും സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രവർത്തകരും എല്ലാവരും രീതിയിൽ ഒത്തുകൂടുകയും അതിൻ്റെ അകത്ത് ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാം പേര് വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പുറത്തുവിടുകയും ഇതിനകത്ത് മാർട്ടിനെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പൾസർ സുനിയിലേക്ക് എത്തുകയും പൾസർ സുനി അവിടെ കോടതിയിൽ നേരിട്ട് വന്ന് ഹാജരാകാൻ വേണ്ടിയിട്ട് വരുന്ന ഘട്ടത്തിൽ പൾസർ സുനിയെ ഈ നമ്മുടെ സിറ്റിയിലെ പോലീസുകാരെ, എനിക്ക് തോന്നുന്നു ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് തോന്നുന്നു, പോലീസുകാരെ ഉൾപ്പെടെയുള്ളവർ അന്ന് ലാൽജി ഉൾപ്പെടെയുള്ളവർ അന്ന് ഈ പറയുന്ന പൾസർ സുനിയെ അവിടെ വലിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതൊക്കെ ഒരു ഒട്ടേറെ വാർത്തകൾ ഉണ്ടാകുകയും ചെയ്തു. അതിനെ തൊട്ട് പിന്നാലെ തന്നെ ഈ ദിലീപിനെ ഈ കേസിൽ കൊണ്ടുവരിക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതോടുകൂടിയാണ് ഈ കേസിനകത്ത് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ പറയുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പൾസർ സുനിയെയും ഈ മാർട്ടിനെയും ഇവരുടെയൊക്കെ ഗൂഢാലോചന, അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്ണു ആയിക്കോട്ടെ, പറയുന്ന പലതരത്തിലുള്ള പ്രതികളായിക്കോട്ടെ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള കഥകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഇവരുടെ അവിടുത്തെ ഭക്ഷണം എന്താണ്, ഇവരാരോടൊക്കെ ഇടപെടുന്നു, ഇതൊക്കെയായിരുന്നു അന്ന് ജയിലിൽ നമുക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, പൾസർ സുനിയുടെ മുൻ കേസുകളിലെ കൂട്ടുപ്രതികളുമായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള മാധ്യമപ്രവർത്തനമായിരുന്നു പോകുന്നത്. അതിനുശേഷം യഥാർത്ഥത്തിൽ എനിക്കൊക്കെ വലിയ ആവേശവും അതോടൊപ്പം തന്നെ നിരാശയും കുറ്റബോധവുമുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ് ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് എന്ന് എടുത്തു പറയാതെ വയ്യ. അതിൻ്റെ അകത്ത് നിരാശയും കുറ്റബോധവും എന്നുള്ളത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കുറ്റബോധം അതിൻ്റെ അകത്ത് തോന്നുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ വിധി വരുന്ന ഘട്ടത്തിലല്ല, ഇതിനകത്തെ കുറേ വസ്തുതകൾ പിന്നീട് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ഇതിനകത്ത് കുറ്റബോധം തോന്നുന്നതെന്ന് പറയുന്നത്. അതായത് ഇതിനത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കെതിരെ നാളെ നിയമ നടപടി വരാൻ വേണ്ടി സാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് അധികാരികൾ നാളെ എന്നെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ വല്ല കള്ളക്കേസിലോ കൊടുക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം മുകളിൽ അവരവരുടെ ചാനലിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിരുന്നു. നല്ല സ്റ്റോറീസ് കൊണ്ടുവരിക, നല്ല എക്സ്ക്ലൂസീവ് കൊണ്ടുവരിക എന്നുള്ള തരത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കേസാണ്, മാത്രമല്ല നല്ല റീച്ച് ഉണ്ട് ഈ വാർത്തകൾക്കെല്ലാം, നടിയാക്രമണ കേസിനകത്തൊക്കെ. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ സോഴ്സുകളും നമ്മൾ വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില പോലീസുകാരുമായിട്ട് വിളിക്കാറുണ്ട്, അഭിഭാഷകരുമായിട്ട് വിളിക്കാറുണ്ട്, രാംപിള്ള സാറുമായി ബന്ധപ്പെട്ടുള്ള വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നടിയുമായി ബന്ധപ്പെട്ടുള്ള നടനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സഹോദരങ്ങളെ നടനുമായിട്ട് തന്നെ നേരിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ലഭിക്കുന്നു. ആ ഘട്ടത്തിൽ കൊച്ചിയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ, അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് ബൈജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അവർ തീരുമാനിച്ചിട്ടുള്ള ഒരു പാതയിലൂടെ ഇതിൻ്റെ ഒരു ഗതി കൊണ്ടുപോകാൻ വേണ്ടി അന്ന് കൊച്ചിയിലെ ഓൺലൈൻ മാധ്യമങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും പ്രിന്റ് എഡിഷനെയും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ ഉപയോഗപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിന് ഇരയാക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈജു പൗലോസ് പല ഘട്ടത്തിലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അങ്ങോട്ട് നമ്മൾ ആദ്യം ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിരന്തരമായി അങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുന്ന ഘട്ടത്തിലൊക്കെ പലപ്പോഴും പല വിവരങ്ങളും തരാൻ വേണ്ടിയിട്ട് മടിക്കുകയായിരുന്നു. ഇല്ല, ഇപ്പം തരാൻ പറ്റില്ല, ഇപ്പം മീറ്റിങ്ങില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് പുള്ളീൻ്റെ ഫോണിൽ നിന്നും പുള്ളിയുടെ മറ്റ് പലരുടെ ഫോണിൽ നിന്നായിട്ട് ചില കഥകൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കഥകൾ വാർത്തയായിട്ട് കൊടുക്കണമെന്നും ആ വാർത്തകൾ കൊടുത്തതിന് ശേഷം അത് കണ്ടതിന് ശേഷം നല്ല റീച്ചില്ലേ, ഞാൻ പറഞ്ഞ പോലെ കൊടുത്തപ്പോൾ നല്ല റീച്ചില്ലേ എന്ന് വിളിച്ച് ഈ ബൈജു പൗലോസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഫോൺ റെക്കോർഡ്സ് എടുത്ത്, ബൈജു പൗലോസിന്റെ ഫോൺ റെക്കോർഡ്സ് എടുത്ത് അന്ന് എന്നെ വിളിച്ച ആ കറക്റ്റ് ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചില കോളുകൾ ഉണ്ടാവും. ചില കോളുകൾ ഈ പറഞ്ഞ ബൈജു പൗലോസിന്റെ ഫോണിൽ നിന്നല്ല വിളിച്ചിട്ടുള്ളത്.
ഉറപ്പിച്ചു പറയാം. ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ, അതായത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദിലീപിനെതിരെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് നമുക്ക് തന്നെ കാണുമ്പോൾ ഈ മസാല കലർത്തിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല മാധ്യമങ്ങള് ചേസ് ചെയ്ത് അദ്ദേഹത്തിനെ പിന്തുടർന്നുള്ള ഒരുപാട് രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ പറയട്ടായിരുന്നു. അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് ഈ ദിലീപ് ഇപ്പം പുറത്തിറങ്ങിയ ഈ കുറ്റമുക്തനായതിനു ശേഷം പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. അതായത് ജയിലിലുള്ള ചില ക്രിമിനൽസിനെ ഉപയോഗപ്പെടുത്തിയുകൊണ്ട് താനാകണം പ്രതി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച നിലയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു വന്നു. അത് തന്നെയാണ് അന്ന് സംഭവിച്ചത്. അന്ന് മാധ്യമങ്ങൾ ഈ വിഷയം ലൈം ലൈറ്റിൽ നിർത്തി കഴിഞ്ഞാൽ മാത്രം ഈ ജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അന്തരീക്ഷം അവർക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും. അതുവഴി നിയമ സംവിധാനത്തെ കയ്യിലെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രാക്ടീസാണ് അന്ന് പോലീസ് നടത്തിയത്. അന്ന് പോലീസ് എല്ലാവരെയും പറയാൻ പറ്റത്തില്ല, അന്നത്തെ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ആ അന്വേഷണ സംഘത്തിലുള്ള മുഴുവൻ സന്ധ്യ IPS ഉൾപ്പെടെ മുഴുവൻ പോലീസുകാർക്കും ഇതിനകത്ത് ദിലീപ് പ്രതി അല്ല എന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ദിലീപിന്റെ പേരിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, ദിലീപിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവുകളും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഉണ്ടായ തെളിവുകൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന തൃശ്ശൂരിലെ ടെന്നീസ് ക്ലബ്ബിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത്, അവിടേക്ക് എത്രയോ പേര് ദിലീപ് എന്ന് പറയുന്ന നടനോടൊപ്പം ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. ഞാൻ പലരും പറയുന്നിട്ടുണ്ട് ഫോട്ടോഷോപ്പ് ചെയ്ത പോലത്തെ. പിന്നെ പറയുന്നത് മറ്റേ ഇവിടുത്തെ അബാദ് പ്ലാസയിൽ വെച്ചിട്ടുള്ള അവിടുത്തെ അന്നത്തെ ഈ ലൊക്കേഷൻ, അബാദ് പ്ലാസയിൽ അന്നത്തെ സിനിമാ താരങ്ങളുടെ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള റിഹേഴ്സൽ നടക്കുന്ന ഘട്ടത്തിൽ രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനായിരുന്നു. രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷൻ ആവുള്ളൂ. ദിലീപ് അന്ന് പറയുന്ന പൾസർ സോണി എനിക്ക് തോന്നുന്നു മുകേഷിന്റെ ഡ്രൈവർ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മുകേഷിന് ഈ കേസുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയത്തില്ലേ? ഇപ്പൊ പറയുന്നത് കൂറുമാറാത്തൊരു സാക്ഷിയാണ്. അപ്പോ ഈ നിലയിലേക്ക് ഈ സാധനത്തിനെ വളരെയധികം കൊണ്ടുവരുന്ന തരത്തേക്ക് പൾസർ സോണി തന്നെയാണ് പ്രധാനമായിട്ടും, അന്ന് ഈ ബൈജു പോലീസ് തന്നെയാണ് പ്രധാനമായിട്ടും പോലീസുകാരെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് വിവരങ്ങൾ തരുന്നതിനകത്ത് മുൻപന്തിയിൽ നിന്നത് ഈ പറയുന്ന ബൈജു പോലീസ് തന്നെയായിരുന്നു. ബൈജു പോലീസ് തന്നെയായിരുന്നു പല സ്റ്റോറീസും പല മാധ്യമങ്ങൾക്ക് കൊടുത്തത്. ഇത് അർജുന് മാത്രം തരുന്ന സ്കൂപ്പാണെന്ന് പറഞ്ഞ്, ഇത് അർജുന് വേണ്ടി മാത്രം തരുന്ന എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റോറി തരികയും, അതേ സമയത്ത് തന്നെ മറ്റൊരു ചാനലിന് ഇതേ സാധനം കൊടുക്കുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചത് പറഞ്ഞ് നിനക്ക് തന്ന അതേ ആള് തന്നെ എനിക്കും സ്കൂപ്പാന്ന് പറഞ്ഞ് തന്നതാടാ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദമുണ്ട്. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. പലപ്പോഴും വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഇപ്പം മനോരമയുടെ റിപ്പോർട്ടർ നമ്മൾ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എവിടെയോ ഉള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഞാനതാടാ എല്ലാടാ ഒരു പരിപാടിയൊന്നുമില്ല വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിലാടാ ഉള്ളതെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറിനെ വിളിച്ച് ചോദിക്കും ചേട്ടാ എവിടെയുള്ള, ഞാൻ ഓഫീസിലാണ് പണിയൊന്നുമില്ല സ്റ്റോറി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളെല്ലാവരും എക്സ്ക്ലൂസീവ് എടുക്കണമെന്ന് വിചാരിച്ച് ഓരോരുത്തർ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ എല്ലാവരും ഉണ്ടാകും. അപ്പൊ ആരും പരസ്പരം ഒരു വിവരങ്ങളും തരാത്ത നിലയിലേക്ക് അന്ന് അവരുടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള, ഞാനൊക്കെ ചില ഇതിനകത്ത് പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ചില ആളുകളുടെയൊക്കെ വീട് അന്വേഷിച്ചും അവരുടെ സുഹൃത്തുക്കളെ അന്വേഷിച്ച് കിലോമീറ്ററുകൾ നടന്നു പോയിട്ടുണ്ട്. വണ്ടിയൊന്നും ഇല്ലാതെ തന്നെ. വണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി പുറത്തു വന്നായോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചില സുഹൃത്തുക്കളും അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വാഹനം പോലും ഉപയോഗിക്കാതെ വീടുകൾ അന്വേഷിച്ച് സാധാരണ നാട്ടുപുറത്തെ ആൾക്കാരെ പോലെ ഇവരുടെ പ്രതികളുടെ വീടുകളിലൂടെ ഞങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്രയും രീതിയിലേക്ക് നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ദിലീപിനെ ഈ കേസിനകത്ത് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മൾ റീച്ചായിരുന്നു അന്ന് മുഖ്യമായിട്ട് കണ്ടിരുന്നത്. ദിലീപ് ലൈവിൽ വരുന്ന സമയത്ത് ദിലീപിനെ അതിൻ്റെ ഇടയിലേക്ക് അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ച് മണിക്കൂർ പരോൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് കൊടുക്കുന്ന സമയത്ത് 15,000 20,000 പേരാണ് ഒരേ സമയത്ത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ആ സമയത്ത് ആവേശമാണ് ഉണ്ടാക്കുന്നത്, കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ റീച്ച് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഡാറ്റകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കുറ്റബോധമാണ് തോന്നിയത്. വലിയ കുറ്റബോധമാണ് തോന്നുന്നത്. കാരണം അതെ, തീർച്ചയായിട്ടും അന്ന് ഒന്നാം പ്രതിയോ അല്ലെങ്കിൽ രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ ഒന്നും ഇതിനകത്ത് ക്രൈമിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെ നേരിടാത്ത രീതിയിലാണ് അന്ന് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നത്. ഞാൻ ഒട്ടേറെ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഒട്ടേറെ നമ്മളോട് സത്യമാണ് എന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടുത്ത സ്റ്റോറികൾ പിന്നീട് നുണയാണെന്ന് മനസ്സിലായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നോട് ബൈജു പോലീസ് ഉൾപ്പെടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അർജുന്റെ സ്കൂപ്പാണ് എന്ന് പറഞ്ഞ് തന്ന് ഇത് സത്യമാണെന്ന് വിശ്വസിപ്പിച്ച ആ വിവരങ്ങൾ എടുത്തു വെച്ച് സ്റ്റോറീസ് ഉണ്ടാക്കി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് നുണയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ചില സംഭവങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അന്ന് ദിലീപിനെ
എതിരെ ഒട്ടേറെ വാർത്തകൾ കൊടുത്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ കുറ്റബോധമുണ്ട്. ദിലീപിനോട് മാപ്പ് പോലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സ് ഉണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ദിലീപിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് താങ്കൾക്കെതിരെ ചില നുണക്കഥകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് നുണക്കഥകൾ എന്ന നിലയിൽ ഞാൻ ഉണ്ടാക്കിയ കഥയല്ല, അത് പോലീസുകാർ നൽകിയ കഥകളായിരുന്നു. ആ കഥകൾ പോലീസുകാർ നൽകിയതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അന്ന് പലപ്പോഴും പല ആൾക്കാരുടെ ഓഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു. ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുള്ളൂ, 8 വർഷം കഴിഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ നൽകിയിട്ടുള്ള ചില കഥകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾക്കറിയാതെ അന്ന് വാർത്ത കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അന്ന് ദിലീപിനോട് മുഖത്ത് നോക്കി പറയണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നത് ദിലീപിനെതിരെ തന്നെയാണ് എന്നാണ് ഞാൻ വ്യക്തമായി അന്നും ഇന്നും വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ഒരു കേസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്പിനാരായണൻ എന്ന വ്യക്തിയെ എങ്ങനെ തകർത്തു, അതേപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില പോലീസുകാരും ചേർന്ന് ഈ ഒരു വ്യക്തിയും സത്യം പറഞ്ഞാൽ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആ ഒരു വ്യക്തിയെ സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ഈ 2020 സിനിമ വരുന്നു, അങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഹെഡിലേക്ക് വരുന്നു, തിയേറ്റർ ഉടമകളുടെ ഹെഡിലേക്ക് വരുന്നു, നടന്മാരുടെ സംഘടനയുള്ള അമ്മയുടെ ഹെഡിലേക്ക് വരുന്നു. ഇതിൻ്റെയൊക്കെ ഹെഡിലേക്ക് വരുന്ന ഘട്ടത്തിൽ ദിലീപിനെതിരെ സ്വാഭാവികമായിട്ടും ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ വലിയ തരത്തിലുള്ള ഒരു ഭീഷണി, അവരുടെ ഒരു എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു അസൂയ, അവിടെ കുശുമ്പൊക്കെ ഇവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായ ഇതിന്റെ ഘട്ടത്തിലാണ് ഈ കേസ് വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തില് ദിലീപിനെ തകർക്കുക എന്നുള്ള ആവശ്യമുള്ള മഞ്ജു വാര്യറും അല്ലെങ്കിൽ ഈ പറയുന്ന ഇരയും അതോടൊപ്പം തന്നെ ദിലീപിനെ തകർക്കണമെന്ന അന്ന് ആവശ്യമുണ്ടായിരുന്ന ചില തിയേറ്റർ ഉടമകളുടെ സംഘടനയായിട്ടുള്ള ആളുകളും ഈ നടന്മാരിൽ ഈ പറയുന്ന പൃഥ്വിരാജിനെ പോലെയുള്ള ചില ആളുകളുടെ ആഗ്രഹങ്ങളും അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർത്ത് എല്ലാവരും കൂടെ കൂടി ഒരു എന്താ പറയുക, ഒരു കോസിന് വേണ്ടി അവരെല്ലാവരും ഒരു കോസിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വാചകത്തിൽ പറയാം. ആ കോസിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് ആ മനുഷ്യൻ്റെ എല്ലാ സിനിമകളും നിരന്തരമായി പരാജയപ്പെടുത്തുന്നതും, ആ മനുഷ്യൻ്റെ എല്ലാ സിനിമകൾക്കും എതിരെ വലിയ നെഗറ്റീവ് പ്രചരണങ്ങൾ നടത്തുന്നതും, ആ മനുഷ്യൻ്റെ എല്ലാ സിനിമകളും തകർക്കാൻ വേണ്ടി മുൻകൂട്ടി തന്നെ പറഞ്ഞു പടം ഇറങ്ങുന്നതിന് മുമ്പേ പടത്തിനെതിരെ നെഗറ്റീവ്. ജനിച്ചതിൽ പിന്നെ അവർ സത്യം പറഞ്ഞാൽ അവർ ഒരു ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ആ കുട്ടിക്ക് എന്തോ 5 വയസ്സോ മറ്റോ ആണ്. അതെ അതെ, യഥാർത്ഥത്തില് ഇന്നത്തെ യഥാർത്ഥ ഇര എന്ന് പറയുന്നത് അതിനകത്ത് നടി ആക്രമിക്കപ്പെട്ടു, നടിക്കെതിരെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അതങ്ങനെ സംഭവിച്ചതാണ്, ആ ക്രിമിനൽ സംഘം അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ ഗൂഢാലോചന അത് ദിലീപ് പറഞ്ഞിട്ടാണ് എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ അകത്ത് യഥാർത്ഥ വസ്തുതയില്ലായ്മ, സത്യസന്ധത അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ദിലീപ് പ്രതിയാകണമെന്ന് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് ആ ദിലീപിനെ പ്രതിയാക്കാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടാക്കുക മാത്രമാണ് ഈ അന്വേഷണ സംഘം ഗൂഢാലോചന കേസിൽ ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഗൂഢാലോചന കേസുകൾ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് 100 കേസിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു 80 കേസിനകത്തും ഗൂഢാലോചന തിയറി കൃത്യമായി ഈ കോടതിയിൽ വെച്ച് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഈ പറയുന്ന അന്വേഷണ സംഘങ്ങൾ പരാജയപ്പെടാറാണ് പതിവ്, പ്രോസിക്യൂഷൻ പരാജയപ്പെടാറാണ് പതിവ്. അതോടൊപ്പം തന്നെ ബി രാമൻപിള്ള എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ അഭിഭാഷകൻ, ആ അഭിഭാഷകന്റെ മുന്നിലൊക്കെ പോയിട്ട് ഈ പ്രോസിക്യൂഷൻ അതാണ് ഇതാണ് മറ്റേ ഫോട്ടോയാണ്, ഫോൺ ടവറാണ്, മറ്റേ ഒരേ ടവറിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇവരെ മറ്റേ പരിപാടിക്ക് പങ്കെടുത്ത സമയത്ത് ഒന്നിച്ചൊരു കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ തിയറി പൊളിച്ചെടുക്കാൻ മാത്രം കഴിവുള്ള വ്യക്തിയാണല്ലോ ഈ പറയുന്ന രാമപിള്ള സാറ്. ആ രാമപിള്ള സാറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വളരെ 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 നിലവാരമില്ലാത്ത തെളിവുകൾ കൊണ്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ട് കൊണ്ടുവെക്കുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കേസിനകത്ത് CBI എൻക്വയറി ദിലീപ് ആവശ്യപ്പെടണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതിനകത്ത് വലിയ കോൺസ്പിറൻസി നടന്നിട്ടുണ്ട് ദിലീപിനെതിരെ. ആ കോൺസ്പിറൻസി ദിലീപിന്റെ 84 ദിവസം കരിയറിൽ തകർത്ത, ദിലീപിനെ സിനിമകളിൽ തകർത്തിട്ടുള്ള ആ തകർത്തതിന് പിന്നിലുള്ള ഗൂഢാലോചന ആരൊക്കെയാണെന്നും ഈ ദിലീപിനെതിരെ നിരന്തരമായിട്ട് ഈ പറയുന്ന നുണക്കഥകൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പോലീസുകാർക്കെതിരെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ദിലീപിനെ ഇതിൻ്റെ ഇൻട്രോഗേഷൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ച് ചെവിക്കല്ലടിച്ച് തകർക്കുന്ന രീതിയിലേക്ക് മർദ്ദിച്ച ആ പോലീസുകാരൻ ഉൾപ്പെടെ, ആരാണെന്ന് പേര് ഞാൻ പറയുന്നില്ല, ആ പോലീസുകാരനെ ഉൾപ്പെടെ ഇതിനകത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ദിലീപ് ഇനിയുള്ള ദിവസം മാറ്റിവെക്കണം എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്തുള്ള ഒരു അപേക്ഷ.